ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു വിഷയത്തെക്കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ എന്തു ചെയ്യുകയാണെങ്കിലും ഒരൊറ്റ നിമിഷം ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഈ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയേക്കാം. നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എന്തായിത്തീരും? ഈ വലിയ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു സംഭാഷണമാണ്. അതെ, നിങ്ങളിപ്പോൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു കുഞ്ഞു ശബ്ദം ഉണ്ടല്ലേ. ചിലപ്പോൾ അത് പറയും, ഓ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ വെറും സ്വപ്നമാണ്, നടക്കില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര മിടുക്കനല്ല. ഈ ഒരു കുഞ്ഞു ശബ്ദം നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും, ചിലപ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും. ആ ശബ്ദമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും താക്കോൽ. നിങ്ങളുടെ തലച്ചോറിനെ കുറിച്ചൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും, അത് ചെറുതായാലും വലുതായാലും, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം വീണാൽ ചെറിയൊരു ഓളം ഉണ്ടാകുന്നത് പോലെയാണത്. അതുപോലെ നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകളെ ഉണർത്തുകയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഓ എനിക്കിന്ന് എഴുന്നേക്കാൻ വയ്യ, എനിക്ക് തീരെ വയ്യ എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാവോ? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യുകയാണ് ആ ദിവസം മുഴുവൻ ക്ഷീണിതനായിരിക്കാൻ. നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണിത്. ഞാൻ മോശമാണ് എന്ന് പറയുമ്പോൾ ആ ചിന്ത നിങ്ങളുടെ ന്യൂറൽ സർക്യൂട്ടുകൾക്കൊരു കമാൻഡ് നൽകുകയാണ്. നീ മോശമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തലച്ചോറിന് ഒരു കാര്യം ശരിക്കും നമ്മുടെ മുന്നിൽ സംഭവിക്കുകയാണോ അതോ നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതിന് രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഘടന പോലും മാറുന്നത്. ഇത് വെറും ഒരു തത്വചിന്തയൊന്നുമല്ല, സയൻസാണ്. അതായത് ന്യൂറോ സയൻസ്. ഇത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത്രയേറെ ശക്തിയുണ്ട് നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാൻ പോവുകയാണ്. ഈ ചലഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. വെറും 3 ദിവസം കൊണ്ട്. അതെ, 3 ദിവസം മാത്രം മതി നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിനായിട്ട് റീവയർ ചെയ്യാൻ തുടങ്ങാൻ. പക്ഷേ ഇത് സാധാരണ ദിവസങ്ങളായിരിക്കില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ബോധപൂർവം നിങ്ങളോട് സംസാരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. മിക്ക ആളുകളും ഒരുതരം ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിക്കുന്നത്. പഴയ കാര്യങ്ങൾ, പഴയ അനുഭവങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരേ ചിന്തകളുമായിട്ട് ഉണരുന്നു. ആ ചിന്തകൾ ഒരേ വികാരങ്ങളെ ഉണർത്തുന്നു. അത് ഒരേ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ തോറും ഒരേ അനുഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, ഒരു റുട്ടീൻ പോലെ. എന്നാൽ നിങ്ങൾ ആ സൈക്കിൾ തകർക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി മാറ്റുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് മാറും. തലച്ചോറ് മാറുമ്പോൾ നിങ്ങളുടെ എനർജി മാറും. നിങ്ങളുടെ എനർജി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ഇത് വളരെ ലളിതമാണ്, എന്നാൽ അതിൻ്റെ ഫലം വളരെ വലുതാണ്. മനുഷ്യ ചരിത്രത്തിലെ എല്ലാ വലിയ നേട്ടങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ ഇല്ല, നിനക്കതിന് കഴിയില്ല എന്ന് പറയുമ്പോഴും തങ്ങളോട് അതെ എനിക്കിതിന് കഴിയും എന്ന് പറഞ്ഞവരിലൂടെയാണ് അതെല്ലാം സംഭവിച്ചത്. ഓരോ വലിയ കണ്ടുപിടുത്തവും ഓരോ വലിയ വിജയവും നിലവിലുള്ള യാഥാർത്ഥ്യത്തെ ധിക്കരിച്ച ഒരു ആന്തരിക സംഭാഷണത്തിലൂടെയാണ് ആരംഭിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പരിമിതികളെ കൂടുതൽ ശക്തമാക്കുന്നു, അല്ലെങ്കിൽ അവയെ തകർത്ത് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിനായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ പഴയ അതേ ജീവിതം തുടരാനായി പ്രോഗ്രാം ചെയ്യുന്നു. ഇതിന് രണ്ടിനും ഇടയിൽ ഒരു നടുക്കുള്ളൊരു വഴിയില്ല. നിങ്ങളുടെ സെൽഫ് ടോക്ക് ഒന്നുകിൽ നിങ്ങളെ ഉയരത്തിലെത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പിന്നിലേക്ക് വലിക്കും. അടുത്ത 3 ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പിയാകാൻ നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ തലച്ചോറിന്റെ ഘടനയെ മാറ്റുകയും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ മാറ്റിമറിക്കുകയും
നിങ്ങളുടെ വ്യക്തിപരമായ യാഥാർത്ഥ്യത്തെ തന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കും. ഇത് വെറും ഒരു പോസിറ്റീവ് ചിന്തയെക്കുറിച്ചല്ല, ഇത് നിങ്ങളുടെ തലച്ചോറിനെ പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ്. ഇത് താൽക്കാലികമായ ഒരു മോട്ടിവേഷനെ കുറിച്ചല്ല, ഇത് ശാശ്വതമായ ഒരു മാറ്റത്തിനെ കുറിച്ചാണ്. ഇത് സൂപ്പർ നാച്ചുറൽ ആകുന്നത് നിങ്ങളുടെ ഭൂതകാലത്തിലെ എല്ലാ പരിമിതികളെയും മറികടന്ന് അനന്തമായ സാധ്യതകളുടെ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ തയ്യാറാണോ? കാരണം ഇതൊന്ന് മനസ്സിലാക്കി ശരിക്കും പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് പഴയ നിങ്ങളിലേക്കൊരു തിരിച്ചുപോക്കിന് സാധ്യതയില്ല. അടുത്ത 3 ദിവസങ്ങൾ നിങ്ങളുടെ ബോധത്തിൽ ചെറിയ ഓളങ്ങൾ സൃഷ്ടിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റത്തിന്റെ തിരമാലകളായി മാറും. ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാനൊന്ന് പെട്ടെന്ന് പറയാം. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് അതിന്റെ പതിവ് പാറ്റേണുകളിലേക്ക് കടക്കുന്നു. ഇന്നലെയും അതിനു മുൻപുള്ള ദിവസങ്ങളും നിങ്ങൾ ചിന്തിച്ച അതേ ചിന്തകൾ തന്നെ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നു. ഇത് വെറും യാദൃച്ഛികമായ ചിന്തകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാം പോലെയാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ തലച്ചോറ് ഒരു ദിവസം ഏകദേശം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൊരു 90% ചിന്തകളും ഇന്നലെ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ ചിന്തകൾ തന്നെയായിരിക്കും. അതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഇവിടെ അത് പറയണം, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ എല്ലാ ദിവസവും നിങ്ങളെ തന്നെ ഒരേ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ നെഗറ്റീവ് സംഭാഷണം വെറും വാക്കുകളല്ല, അതായത് ഞാൻ തയ്യാറല്ല, എനിക്കതിന് കഴിയില്ല, ഞാൻ അത്ര മിടുക്കനല്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം ആ വാക്കുകൾ ഓരോന്നും വിശ്വസിക്കുന്നു. നിങ്ങളുടെ തലച്ചോറിൽ ഒരു സ്ട്രെസ് ഹോർമോൺ പുറത്തുവിടും. ഉദാഹരണത്തിന് കോർട്ടിസോള്. ഇത് നിങ്ങളുടെ ജീനുകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കും. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മാറും, നിങ്ങളുടെ എനർജി കുറയും. ഇതെല്ലാം നിങ്ങൾ ഒരുപക്ഷെ അറിയാതെ തന്നെ നിങ്ങളോട് പറയുന്ന വാക്കുകൾ കാരണം സംഭവിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ തലച്ചോറിനെ കുറിച്ചുള്ള അതിശയകരമായ ഒരു കാര്യമുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കും. അതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് സയന്റിസ്റ്റ് വിളിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ പാതകൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ ഒരു പുതിയ അവസ്ഥയിലേക്ക് ചിന്തിച്ച് എത്തിക്കാൻ കഴിയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകളും അവരുടെ ഉള്ളിലെ സംഭാഷണം മാറുന്നതിന് മുമ്പ് പുറം ലോകത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ കാത്തിരിക്കുന്നു. അതാണ് പ്രശ്നം. അവർ ആത്മവിശ്വാസം ലഭിച്ചതിന് ശേഷം മാത്രമേ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങൂ. ശരിയല്ലേ? അവർ വിജയം കണ്ടതിന് ശേഷം മാത്രമേ ഒരു വിജയിയായ വ്യക്തിയെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങൂ. എന്നാൽ ഇത് തെറ്റായ രീതിയാണ്. നിങ്ങളുടെ പുറം ലോകം നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. നിങ്ങളുടെ ആവർത്തനപരമായ ചിന്തകൾ ഇപ്പോൾ നിങ്ങളുടെ ഭാവിയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ നിലവിലുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത്. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ഈ ഓട്ടോമാറ്റിക് പാറ്റേണുകളിൽ നിന്ന് പുറത്തു വരാനുള്ള ആദ്യ പടിയാണ് ഈ ഒരു ബോധം. നിങ്ങൾ നിങ്ങളോട് പുതിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധേയമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ തലച്ചോറ് അക്ഷരാർത്ഥത്തിൽ സ്വയം പുനഃസംഘടിപ്പിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതൊന്ന് പ്രയോഗിക്കാം. നാളെ രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ഞാൻ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ എന്ന് പറയുന്നതിനു പകരം ആത്മാർത്ഥമായ ബോധത്തോടെ ഞാൻ ഈ ദിവസത്തിനെ കുറിച്ച് ആവേശത്തിലാണ്, അല്ലെങ്കിൽ എനിക്ക് നിറയെ എനർജി ഉണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വെറും വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ വ്യത്യസ്ത നാഡീവ്യൂഹങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങൾ വ്യത്യസ്ത ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ തലച്ചോറിൻ്റെ ആ ഒരു രാസഘടനയെ നിങ്ങൾ മാറ്റുകയാണ്. ഓർക്കുക, നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ വാക്കും ഒന്നുകിൽ നിങ്ങളുടെ നിലവിലത്തെ യാഥാർത്ഥ്യത്തെ കൂടുതൽ ശക്തമാക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയോ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്ക് ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ നിലനിർത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ 3 ദിവസത്തെ അത്ഭുതകരമായ ഷെഡ്യൂൾ പറയട്ടെ. അടുത്ത 3 ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതൊരു മാന്ത്രിക സൂത്രവാക്യം പോലെയാണ് കേട്ടോ. നിങ്ങളിത് കൃത്യമായിട്ട് പാലിക്കണം. ഈ 3 ദിവസങ്ങൾ നിങ്ങൾ ഇതുവരെ ജീവിച്ച ദിവസങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കണം. കാരണം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ വാക്കിനും നിങ്ങൾ പൂർണ്ണ ബോധത്തോടെ ആയിരിക്കും. അപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്രഭാത കർമ്മം ആദ്യത്തെ 20 മിനിറ്റ്
നിങ്ങൾ കണ്ണു തുറക്കുന്ന നിമിഷം, അതെ, നിങ്ങൾ ഉറക്കമുണരുന്ന അതേ നിമിഷം, ഫോൺ എടുക്കുന്നതിന് മുൻപ്, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ്, മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക. ഈ ചെറിയ ഒരു ആംഗ്യം നിങ്ങളുടെ ശരീരത്തോട് പറയുന്നു, ഇതാ എന്തോ പുതിയത് തുടങ്ങാൻ പോകുന്നു. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഈ അവസ്ഥയിൽ നിങ്ങളുടെ തലച്ചോറ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും തയ്യാറായിട്ടിരിക്കും. നിങ്ങളുടെ ദിവസത്തിന്റെ ആദ്യത്തെ 20 മിനിറ്റ് മനഃപൂർവ്വം ശക്തിയുള്ളതുമായ വാക്കുകൾ നിങ്ങളോട് തന്നെ പറയുക. മനസ്സിൽ മാത്രമല്ല, ഒരു നേർത്ത ശബ്ദത്തിലോ അല്ലെങ്കിൽ പതിയെ സംസാരിച്ചുകൊണ്ടോ. ഇന്ന് എൻ്റെ പഴയ ജീവിതത്തിൽ നിന്നും ഞാൻ സ്വതന്ത്രനാകുന്ന ദിവസമാണ്. ഇന്ന് എൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും ഒരു പുതിയ സാധ്യതയിലേക്ക് ഉണരുകയാണ്. ഈ വാക്കുകൾ മനസ്സുകൊണ്ട് അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കുക. നിങ്ങളുടെ ഈ മോർണിംഗ് സെഷനുകൾ നിങ്ങൾ തികഞ്ഞ ശ്രദ്ധ നിലനിർത്തണം. നിങ്ങളുടെ മനസ്സ് പ്രശ്നത്തിലേക്കോ ചെയ്യേണ്ട കാര്യത്തിലേക്കോ അലഞ്ഞു തിരിയുകയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ തിരിച്ചു വിളിക്കുന്നത് പോലെ സാവധാനം അതിനെ തിരിച്ചു കൊണ്ടുവരിക. ഇതൊരു ധ്യാനമൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനായിട്ടുള്ള ഒരു സജീവമായ പ്രോഗ്രാമിംഗ് ആണ്. അത് നിങ്ങളുടെ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കുകയാണ്, നിങ്ങളുടെ തലച്ചോറിലെ പുതിയ പാറ്റേണുകൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മോർണിംഗ് സെഷനിൽ നല്ല ഫോക്കസ് വേണം. ഇനി രണ്ടാമത്തെ ഘട്ടം. ഉച്ചയ്ക്ക് 2 മണിക്കും 4 മണിക്കും ഇടയിൽ നിങ്ങളുടെ തലച്ചോറ് വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിനുവേണ്ടി ആദ്യം ശാന്തമായ ഒരിടം കണ്ടെത്തുക. വീട്ടിലാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ല, നിങ്ങൾ പുറത്താണെങ്കിൽ ഒന്നുകിൽ ഓഫീസിലൊരു ഒഴിഞ്ഞ സ്ഥലം, അതായത് ആരും ശ്രദ്ധിക്കാത്ത സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്, അല്ലെങ്കിൽ വാഷ്റൂം ആയാലും മതി. നിങ്ങളുടെ പ്രഭാതത്തിലെ പ്രഖ്യാപനങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാൻ 5 മിനിറ്റ് എടുക്കുക. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഈ ഉച്ചതിരിഞ്ഞുള്ള സെഷനിൽ നിങ്ങൾ ശാരീരിക ചലനം കൂടി ഉൾപ്പെടുത്തുക. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലക്ഷ്യബോധത്തോടെ നടക്കുക, അല്ലെങ്കിൽ കൈകൾ ഉദ്ദേശത്തോടെ ചലിപ്പിക്കുക. നിങ്ങളുടെ ശരീരം ഈ വാക്കുകൾ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് ഓർക്കുക. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാത്രമല്ല, നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ മുഴുവൻ അവസ്ഥയെയും മാറ്റുകയാണ്. ദിവസം മുഴുവൻ നിങ്ങളുടെ അറിയാതെ വരുന്ന നെഗറ്റീവായിട്ടുള്ള സംഭാഷണത്തെ നിങ്ങൾ പിടികൂടണം. എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങളോട് പറയുന്നത് കേൾക്കുന്ന നിമിഷം തന്നെ ഉടൻ നിർത്തുക. ആ വാക്കുകളെ എനിക്ക് കഴിയും, അല്ലെങ്കിൽ ഞാൻ എളുപ്പത്തിൽ പരിഹാരങ്ങൾ കണ്ടെത്തുന്നു എന്ന് മാറ്റി സ്ഥാപിക്കുക. ഒരു നെഗറ്റീവ് ചിന്തയെപ്പോലും വെറുതെ വിടരുത്. ഓരോ ചിന്തയ്ക്കും പ്രാധാന്യമുണ്ട്, ഓരോ വാക്കിനും അതിൻ്റെതായ ശക്തിയുണ്ട്. ഇനി മൂന്നാമത്തേത്, ഉറങ്ങുന്നതിന് മുൻപുള്ള പ്രോഗ്രാമിംഗ്. ഈ വൈകുന്നേരത്തെ പ്രോട്ടോകോളാണ് എല്ലാറ്റിനെയും ഉറപ്പിക്കുന്ന മാന്ത്രിക സമയം. വൈകുന്നേരം 7 മണിക്കും 9 മണിക്കും ഇടയിൽ നിങ്ങളുടെ തലച്ചോറ് സ്വാഭാവികമായി ആ ദിവസത്തെ അനുഭവങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടത്. 15 മിനിറ്റ് ശാന്തമായിട്ടിരിക്കുക. വീണ്ടും നിങ്ങളുടെ കൈ നെഞ്ചിൽ വെക്കുക. ആ ദിവസത്തെ വിജയങ്ങൾ എത്ര ചെറുതാണെങ്കിൽ പോലും അവയെക്കുറിച്ച് സന്തോഷിക്കുക. നന്ദിയോടെയും പ്രതീക്ഷയോടെയും കൂടി നിങ്ങളോട് സംസാരിക്കുക. അതിനുശേഷം നിങ്ങളോട് പറയുക, ഇന്ന് ഞാൻ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കി. ഇന്ന് ഞാൻ എൻ്റെ പുതിയ റിയാലിറ്റിയിലേക്ക് കൂടുതൽ അടുത്തു. നാളെ കൂടുതൽ വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. ഈ വാക്കുകളുടെ സത്യം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. ആ ഫീലിങ്സ് ശക്തിപ്പെടാൻ അനുവദിക്കുക. ഈ വൈകാരിക അവസ്ഥ നിങ്ങളുടെ തലച്ചോറിലെ പുതിയ ബന്ധങ്ങളെ ഉറപ്പിക്കാൻ നിർണായകമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വൈകാരിക നിലയെക്കുറിച്ച് നിരന്തരം ബോധവാനായിരിക്കുക. പഴയ പാറ്റേണുകളിലേക്ക് നിങ്ങൾ വഴുതി വീഴുന്നതായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസം ഉപയോഗിക്കുക. 3 ആഴത്തിലുള്ള ശ്വാസം എടുത്ത് നിങ്ങളോട് തന്നെ ഓർമ്മിപ്പിക്കുക,
ഞാൻ ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണ്. ഓരോ നിമിഷവും എൻ്റെ പുതിയ റിയാലിറ്റിയെ ശക്തിപ്പെടുത്താനുള്ള ഒരവസരമാണെന്ന്. ഒരു ചെറിയ നോട്ട്ബുക്ക് നിങ്ങളുടെ കൂടെ കരുതുക. ഓരോ തവണയും നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ അത് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് പകരം വെക്കേണ്ട വാചകം എഴുതുക. ഇതൊരു വെറും ജോലിയല്ല, ഇത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭൗതിക രേഖയാണ്. അദൃശ്യമായതിനെ ദൃശ്യമാക്കുകയാണ്. നിങ്ങൾ അവസാനമായി പറഞ്ഞ വാചകങ്ങളില്ലേ, അതൊരിക്കൽ കൂടി പറയുക. അവ നിങ്ങളുടെ മനസ്സിലെ അവസാനത്തെ ചിന്തകളായി ഉറങ്ങാൻ പോവുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ ചിന്തകളുമായി രാത്രി മുഴുവൻ പ്രവർത്തിക്കും. ഓർക്കുക, ഈ 3 ദിവസങ്ങൾ പെർഫെക്ഷനെ കുറിച്ചൊന്നുമല്ല, അത് ശരിയായ ദിശയെക്കുറിച്ചാണ്. നിങ്ങൾ പഴയ ചിന്താരീതിയിലേക്ക് വഴുതി വീഴാം, അത് സാധാരണമാണ്. പ്രധാന കാര്യം ഓരോ തവണയും നിങ്ങളെ തന്നെ വേഗത്തിൽ പിടികൂടുകയും നിങ്ങളുടെ സ്വയം സംഭാഷണത്തെ ഉടനെ തന്നെ തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ ഏതാനും ചിന്തകളെ മാറ്റുക മാത്രമല്ല, ഒരു പുതിയ തലച്ചോറിൻ്റെ ഘടനയെ സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തെ പിന്തുണയ്ക്കുന്ന പുതിയ നാഡീവ്യൂഹങ്ങളെ നിങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ വാക്കും ഈ പുതിയ ഘടനയെ ശക്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പഴയ പാറ്റേണിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കുകയോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രത്യേക സമയ വിൻഡോ, അതായത് നിങ്ങൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അതിൻ്റെ ശക്തിയെ നിങ്ങൾ കുറച്ച് കാണരുത്. നിങ്ങളുടെ തലച്ചോറ് പുതിയ പ്രോഗ്രാമിങ്ങിന് ഏറ്റവും അനുയോജ്യമായ അവസരങ്ങളാണിവ. അവയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഈ 3 ദിവസങ്ങളാണ് നിങ്ങളുടെ തലച്ചോറിനെ റീവെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പുതിയ സെൽഫ് ടോക്ക് പാറ്റേൺ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വെറും ഒരു മെൻ്റൽ എക്സസൈസ് അല്ല. നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കിലൂടെയും നിങ്ങളുടെ ശരീരം അക്ഷരാർത്ഥത്തിൽ മാറുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ നെഞ്ചിൽ വെച്ച് ദയയോടെയും ശക്തിയോടെയും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ താളം കൂടുതൽ ചിട്ടയുള്ളതും ഐക്യമുള്ളതുമായി മാറുന്നു. ഈ ഐക്യമുള്ള അവസ്ഥ നിങ്ങളുടെ തലച്ചോറിലേക്ക് എല്ലാം ശരിയാണെന്ന് പറയുന്ന സിഗ്നലുകൾ അയക്കുന്നു. അപ്പോൾ കൃത്യമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ ഉണരുന്ന നിമിഷം നിങ്ങളുടെ കാൽ തറയിൽ വെക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക. അതിൻ്റെ താളം അനുഭവിക്കുക. 3 ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പുതിയ സംഭാഷണം നിങ്ങളോട് തന്നെ ആരംഭിക്കുക. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ബോധ്യത്തോടെയും ഈ വാക്കുകൾ പറയുക. ഇന്ന് ഞാൻ എൻ്റെ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് എൻ്റെ ചിന്തകൾ എൻ്റെ പുതിയ ഭാവിയെ സൃഷ്ടിക്കുന്നു. ഇന്ന് ഞാൻ ആരായിരിക്കണമെന്ന് എനിക്കറിയാവുന്ന ആ വ്യക്തിയായി മാറുകയാണ്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞും ഉറങ്ങുന്നതിന് മുൻപുമുള്ള കാര്യം നല്ല കൃത്യമായിട്ട് ചെയ്യുക. വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ഓരോ വാക്കിനും ജീവൻ നൽകുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്